കർത്താവിനെ പോലെ നമ്മൾ ആകണമെങ്കിൽ നാം അല്പം ചില കാര്യങ്ങൾ കൂടെ കടന്നു പോകും. If we need to become like God, we have to go through certain things. ഇവിടെയാണ് നമുക്ക് സങ്കടം ഉണ്ടാകുന്നത്. Here is where we try or maybe fail. നമുക്ക് എല്ലാവർക്കും കർത്താവിനെ പോലെയാകുവാൻ വളരെ സന്തോഷം. We are so joyful to be like God. നമ്മെ കർത്താവിനെ പോലെയാക്കുവാൻ നമ്മേക്കാൾ സന്തോഷമാണ് കർത്താവ്. More than us, God is joyful to make us like Him. പക്ഷേ നാം കർത്താവിനെ പോലെയാകണമെങ്കിൽ നാം ചില വഴിയിൽ കൂടെ കടന്നു പോയി. But there are certain paths that we need to journey or travel to be like Him. അതാണ് വിശുദ്ധി. That's what holiness. ഒരിക്കലും സാക്ഷാൽ ആത്മീയരല്ലാത്തവരെ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ദൂതാണ് വിശുദ്ധിയുടെ പ്രശ്നം. For spirituality, they do not like to hear about the holiness in your individual life. അതെല്ലാ വിഷയങ്ങളും ദൈവമക്കൾക്ക് ഒരർത്ഥത്തിൽ മറ്റൊരു സന്തോഷപ്പെടും. In other words, you might hear other messages and you are joyful about it. എല്ലാവർക്കും ഇഷ്ടമുള്ള ദൂത് വിടുതലിന്റെ ദൂതാണ്. Everybody likes deliverance messages. ഒരർത്ഥത്തിൽ വിശുദ്ധി എന്നുള്ളതും ഒരു വിടുതലിന്റെ ദൂത് തന്നെയാണ്. The holiness message is also a deliverance പക്ഷേ message. മനുഷ്യൻ അത് ഇഷ്ടപ്പെടാം. But man do not like those preaching. നമുക്ക് ഒരു സ്വഭാവം, We have a character. എന്നാൽ ആ സ്വഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായി നമുക്കൊരു ദിവ്യ സ്വഭാവം ഉണ്ടാകും. Because more than that character, we need to have a spiritual or divine character in us. Praise the Lord. Hallelujah. ജന്മസിദ്ധമായി നമുക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് ലഭിക്കുന്ന പഠനം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന കുറെ പ്രാപ്തി. There are certain things that are capable for us from our birth or even from our education. വ്യത്യസ്തമായി ദൈവത്തിൽ നിന്ന് ലഭിക്കേണ്ട ഒരു സ്വഭാവം, ഒരു ഹാബിറ്റ് നമുക്കുണ്ടായി. So we also need to have the habit of character which needs to come from God Himself. അതിനാണ് ദിവ്യ സ്വഭാവം എന്ന വേദപുസ്തകം. That's why it's called as a divine character. എബ്രായ ലേഖനത്തിൽ ദൈവം മനുഷ്യനെ, ദൈവമക്കളെ ശിക്ഷിക്കുന്ന ശിക്ഷയ്ക്ക് ബാലശിക്ഷ എന്നാണ് പേര് കൊടുക്കുന്നത്. In the book of Hebrews, we read the punishment is called as chastening. ഹീബ്രു 12-ാം അധ്യായത്തിന്റെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 10-ാമത്തെ വാക്യം ശ്രദ്ധിച്ചാൽ Hebrews 12:10. അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടത് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നു. കണ്ടോ, നമ്മുടെ വിശുദ്ധിയുടെ അളവ് കണ്ടോ? Do you see the extent of our holiness? നാമോ അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടത്. We should be partakers of His holiness. ഒരു ഭാഷയുടെ ആഗ്രഹമുള്ള വിശുദ്ധി പ്രാപിക്കേണ്ടത്. It is not according to the desire of a pastor that you need to be holy. ഈ രാജ്യത്തിലെ നിയമത്തിന് അനുസരിക്കപ്പെട്ട വിശുദ്ധി പാലിക്കേണ്ടത്. It's not according to the law of the country that you need to be holy. നമ്മുടെ വീട്ടുകാരുടെ താല്പര്യമനുസരിച്ചുള്ള വിശുദ്ധി പ്രാപിക്കേണ്ടത്. It's not in accordance with your family desire that you need to be holy. സഭയുടെ ഭരണഘടനയനുസരിച്ചുള്ള വിശുദ്ധി പ്രാപിക്കേണ്ടത്. According to the church people, you should not be that holy person. നാമോ അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടത്. We have to be partakers of His holiness. അതുവരെ ദൈവം നമ്മെ വിട്ടുതരും. Till that time, God will not leave us. നമുക്ക് നമ്മളെ നോക്കുമ്പോൾ മറ്റുള്ളവരെക്കാളൊക്കെ നമ്മൾ നല്ലവരാണ്. When we look at other people, we think that we are good. ദൈവത്തിന് അത് പോരാ. God did not want that. ഒരലക്കുകാരനും അലക്കിയാൽ വെളുക്കാത്ത വണ്ണമുള്ള വെളുപ്പ് നമുക്ക് വേണം. Even though a cleaner's person cleaning, more than that, we need to have a അവന്റെ വസ്ത്രം അങ്ങനെയാണ് വെണ്മയായി മാറിയത്. That's how the entire cloth was cleansed. ഈ വ്യക്തി ഉടുത്തതിനേക്കാൾ വെണ്മ നമ്മുടെ വസ്ത്രത്തിൽ നാം കാണുന്നുണ്ട്. We might see from comparison to other people that we are more brighter than them. എന്നാൽ ദൈവത്തിന് അതുപോലെ നമ്മെ കുറിച്ച്. But God has a different purpose for us. ഒരലക്കുകാരനും അലക്കിയാൽ വെളുക്കാത്ത വണ്ണമുള്ള വെളുപ്പ് ദൈവം നമ്മിൽ ആഗ്രഹിക്കുന്നു. No other person can cleanse you. That is the അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടത്. we are partakers of His holiness. Praise be to Jesus. Hallelujah. ഇത് ദൈവത്തിന് നിർബന്ധമാണ് നമ്മെ കുറിച്ച്. And it is a commandment that God needs to entrust into us. ഹല്ലേലൂയ. Hallelujah. അതിന് ദൈവം നമ്മിൽ ചെയ്യുന്ന പല കാര്യങ്ങളും. And there are different things that God does in our life for that. അതിൽ ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെടാത്തതാണ് ബാലശിക്ഷ. So the greatest thing which you do not like is chastening. പക്ഷേ ദൈവത്തിന് നമ്മെ ബാലശിക്ഷ കഴിക്കണം. But God wants to chasten us. നാം കുഴപ്പക്കാരായതുകൊണ്ടല്ല ദൈവം ബാലശിക്ഷ തരുന്നത്. It is not because we do some mistakes. നമ്മെ കുറച്ചുകൂടി ദൈവത്തിന് ആവശ്യമുണ്ട്.
Once again, God wants to utilize us. That's the reason why He's chastening. ചിലർക്ക് വരുന്ന രോഗങ്ങളും പ്രയാസങ്ങളും മാത്രമേ കാണുന്നുള്ളൂ. Certain people only look on other people's sickness. എന്നാൽ ദൈവമക്കൾ അനുഭവിക്കുന്ന അനേക പ്രയാസങ്ങളുണ്ട് സഹോദരൻ. But there are a lot of God's children who are suffering in their lives. നമ്മൾ അവരുടെ കാര്യങ്ങൾ അറിയുന്നില്ലെന്നേ. It's just that we do not know about them. അത് അവരുടെ പ്രാപ്തി കൊണ്ട് അവരത് മറച്ചിട്ട് നമ്മെ കാണുമ്പോൾ ചിരിക്കുന്നുവെന്നേ. It's only because they do not want to show in front of the people. That's the reason why they hide it within themselves. എല്ലാവരും ലോകത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും സമ്പാദിച്ചവരെന്ന് അർത്ഥമില്ല. It's not meaningful that everybody who smiles is a happy person. പക്ഷേ അവര് ഈ സത്യം മനസ്സിലാക്കി ആ കഷ്ടതയെ അഭിമുഖീകരിച്ച് അതിജീവിക്കുക. But the truth has been realized within them and they are overcoming within it. ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മെ പാരശിക്ഷയിൽ കൂടെ കടന്നത്. It's only because God loves us, He puts us into chastening. ആ പേര് തന്നെ കേട്ടില്ലേ, ബാലശിക്ഷ. It is called chastening. പ്രായമുള്ള ഒരു വ്യക്തിയെ ശിക്ഷിക്കുന്നതല്ല ബാലശിക്ഷ. To punish an older person is not what is chastening all about. ശിക്ഷിക്കുന്ന പോലെ ദൈവം നമ്മെ ശിക്ഷിക്കും. Like little children being punished, God punishes ആ us. വാക്കിൽ തന്നെ ദൈവത്തിന്റെ കരുതലും സ്നേഹവും കിടക്കും. In that same word, God loves us and He cares ആ for us. വാക്കിൽ തന്നെ ദൈവത്തിനുള്ള ഉദ്ദേശത്തിന്റെ വലിപ്പം കിടക്കും. And in that same verse or that word, we see the purpose that God has for us. ഒരു കുഞ്ഞിനെ ദൈവം നമ്മൾ ശിക്ഷിക്കുന്നത് ഒരു നല്ല ഉദ്ദേശത്തിന് വേണ്ടിയാണ്. We punish a little child so that when he grows up, he is upright. ആ കുഞ്ഞിനെ ഒരിക്കലും നമ്മൾ മൃഗീയമായി ശിക്ഷിക്കത്തില്ലല്ലോ. We do not torture that little child. ദൈവം നമ്മെ ശിക്ഷിക്കുന്നത് മൃഗീയമായിട്ടല്ല. ദൈവം നമ്മെ ശിക്ഷിക്കുമ്പോൾ ആ ശിക്ഷയ്ക്കകത്ത് വലിയ ദൈവിക ഉദ്ദേശങ്ങളാണ്. When God punishes us, it's not for our torture, but it is for His purpose to be delivered. അപ്പൻ താൻ സ്നേഹിക്കുന്ന മക്കളെ, For the Father who loves the children. ആ ശിക്ഷയ്ക്കകത്തുള്ള സ്നേഹം, Even in that punishment, there is love. നമ്മൾ ശിക്ഷ മാത്രമേ പലപ്പോഴും കാണാറുള്ളൂ. Many times we only see the punishment. ശിക്ഷയ്ക്കകത്തുള്ള അവന്റെ സ്നേഹം കാണുവാൻ നമുക്ക് കഴിയുമ്പോൾ നമ്മൾ സന്തോഷിക്കും. Even in that punishment, when we are able to see the love of God, we are delivered out of it. കൊരിന്ത്യർ ലേഖനത്തിൽ കർത്തമേശയുടെ കാര്യം പൗലോസ് പഠിപ്പിക്കുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് അവൻ നമ്മെ ബാലശിക്ഷ കഴിക്കുക. In the book of Corinthians, when Paul writes regarding the Lord's table, he says that so that we may not be punished with the world. That's the reason why He chastens us. ലോകത്തോടുകൂടെ ശിക്ഷാവിധി എന്ന് പറഞ്ഞിട്ട് ബാലശിക്ഷ എന്നാണ് നമ്മെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. He relates that verse saying with the world the punishment, but for us he says it's chastening. ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് അവൻ നമ്മെ ബാലശിക്ഷ കഴിക്കുക. So that we are not entrusted into the punishment of the world. That's why He chastens us. അതിനകത്ത് എത്ര ആഴമേറിയ ദൈവ കരുതലാണ്. Because there is a care that we can see in that specific verse. ശിക്ഷാവിധിയിൽ അല്ല നമുക്ക് ബാലശിക്ഷ. It's not a complete punishment, but it's a chastening. Hallelujah. ശിക്ഷാവിധിക്ക് പ്രാപ്തിയുള്ള ദൈവമാണ് നമുക്ക് ബാലശിക്ഷ തരുന്നത്. The God who can punish us to His extreme, but only gives us a little bit of chastening. ഒരു അപ്പന് അവൻ തല്ലുന്ന ആ കുഞ്ഞിനെ കൊല്ലുവാനുള്ള ആരോഗ്യമുണ്ട്. A father can beat a child to death. എന്തുകൊണ്ട് കൊല്ലുന്നില്ല? Why he don't kill that person? എന്തുകൊണ്ട് വടി കൊണ്ട് അടിക്കുന്നു? Why he uses a rod? കൊല്ലുവാനുള്ള ആരോഗ്യമുള്ളവൻ വടി കൊണ്ട് അടിക്കുന്നത് സ്നേഹം കൊണ്ടുവരികയോ? He uses a rod only to chasten him. ശിക്ഷാവിധിക്ക് പ്രാപ്തിയുള്ള ദൈവം ബാലശിക്ഷ. The punishment which can be put on a man, but God only put a chastening on us. ദൈവം തിരഞ്ഞെടുത്ത അബ്രഹാമിന്റെ സന്തതികളാണ് ഇസ്രായേൽ. Israel, the forefather, the Abraham is considered the father of Israel. അവരെ കൊണ്ട് ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ടായി. God had a huge purpose behind them. ഏറ്റവും വലിയ ഉദ്ദേശം അവരിൽ കൂടെ മശിഹായി ഭൂമിയിൽ പിറക്കണം. Through them, Messiah should be born in this world. That was His entire purpose. അതിന് ദൈവം അവർക്ക് പ്രമാണങ്ങൾ കൊടുത്തു. That's why the commandments were being given to them. ആ പ്രമാണം അനുസരിച്ച് അവർ ഭൂമിയിൽ പാർക്കണം. And they have to abide that commandments and they have to live. അവർക്കുള്ള എല്ലാ അനുഗ്രഹങ്ങളും അപ്പോൾ ദൈവത്തിൽ നിന്ന് ലഭിക്കും. When they abide to it, every blessing will be given to them. പ്രമാണം അനുസരിക്കുന്നവർക്ക് അനുഗ്രഹവും പ്രമാണം അനുസരിക്കാത്തവർക്ക് ശിക്ഷയും ശാപവും ദൈവം പറഞ്ഞിട്ടുണ്ട്. Every commandment or law which is abiding, they get a blessing, and who do not follow, they are in the curse. അവർ ദൈവത്തെ ഭയപ്പെട്ടാൽ മതി, ലോകത്തുള്ള മറ്റൊന്നിനെയും ഭയപ്പെടേണ്ട. They only need to fear God. They don't have to fear anybody else. Praise the Lord. Hallelujah. 10 പ്രധാനപ്പെട്ട കൽപ്പനകളും 780 പ്രമാണങ്ങളും അവർക്ക് ലഭിച്ചു.
had 10 commandments and 750 laws. അതിനെ പറയുന്ന മര്യാദ എന്നാണ്. വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 9-ാമത്തെ വാചകത്തിൽ അവൻ കൂറിന്റെ ക്രമപ്രകാരം എന്ന് പറഞ്ഞു വരുമ്പോൾ സക്കറിയാവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ലൂക്ക് ചാപ്റ്റർ 1 verse 9. പൗരോഹിത്യ മര്യാദ പ്രകാരം. പൗരോഹിത്യ മര്യാദ. It is the custom of the priesthood. ഒരു പുരോഹിതൻ അവന്റെ ഡ്യൂട്ടി ദൈവം കൊടുത്ത വ്യവസ്ഥ പ്രകാരം ചെയ്യുമ്പോൾ അത് മര്യാദയാണ്. When a priest does everything in accordance to what God decides, it is a custom that has been followed. Praise the Lord. Hallelujah. ഈ വ്യക്തി മര്യാദക്കാരനാണ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകും. ദൈവം പറയുകയാണ് ഓരോ കാര്യത്തിനും ദൈവത്തിൻ്റെതായ മര്യാദകൾ. When we see a person doing the custom or ritual what God has said to him, we say that God has a complete custom over it. യേശുക്രിസ്തുവിനെ അടക്കുന്ന കാര്യത്തെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 40-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കും. John 10:49. John 19:40. 19:40. അവർ യേശുവിന്റെ ശരീരം എടുത്ത് യഹൂദന്മാർ ശവം അടക്കുന്ന മര്യാദ പ്രകാരം. യഹൂദന്മാർ ശവം അടക്കുന്ന മര്യാദ പ്രകാരം, as per the custom of the Jews to bury. യഹൂദന്മാർ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് വചനപ്രകാരമാണെങ്കിൽ അത് മര്യാദയായി മാറും. If Jews do a certain thing, if it is done in the proper way, it is a custom. യേശുവിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ പൗലോസിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കുമ്പോൾ അവരെ എതിർത്ത ആൾക്കാർ ഉപയോഗിച്ച വാക്കുകളുണ്ട്. സ്തെഫാനോസിന്റെ പ്രസംഗത്തിന്റെ മുൻപിൽ അപ്പോസ്തലർ പ്രവൃത്തി 6-ാം അധ്യായം 14-ാമത്തെ വാക്യം. സ്തെഫാനോസിനെ അവർക്ക് ഒരു വിധത്തിലും കുറ്റമതിപ്പാൻ കഴിയാവുന്നപ്പോൾ സ്തെഫാനോസിനെതിരായി യഹൂദന്മാർ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്. യേശു ഈ സ്ഥലം നശിപ്പിച്ച് മോശ നമുക്ക് ഏൽപ്പിച്ച മര്യാദകളെ മാറ്റിക്കളയുന്നു. മോശ നമുക്ക് ഏൽപ്പിച്ച മര്യാദകളെ മാറ്റുവാൻ പഠിപ്പിക്കുന്നു. They are teaching the change which needs to be done by the custom which Moses had provided. യഹൂദന്മാർ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ അവരെന്ത് ചെയ്താലും അത് മര്യാദയായിരിക്കണം. When Jews live in this world, whatever they do, it should be according to their custom. അത് വിവാഹമാണെങ്കിലും ശവമടക്കാണെങ്കിലും പൗരോഹിത്യ ശുശ്രൂഷയാണെങ്കിലും ജീവിതമാണെങ്കിലും അത് മര്യാദ ആയിരിക്കും. Irrespective of a wedding, a funeral, or a priesthood, or an ordination, or anything, it should be according to the custom. Praise the Lord. Hallelujah. അങ്ങനെ ജീവിക്കുവാനാണ് ദൈവം ഈ പ്രമാണം. That to live in that format, that is the reason why this commandment was being given. ഈ 10 കൽപ്പനകളെ പ്രധാനമായി രണ്ടായിട്ടും 750 പ്രമാണങ്ങളെ 7ആയിട്ടും തിരിച്ച് പഠിക്കാൻ കഴിയും. The 10 commandments is separated into 2, and the 715 has been again put into 7 different categories. അത് പാലിക്കുവാൻ ബുദ്ധിമുട്ടുള്ള പ്രമാണങ്ങളല്ല. And it is easy to follow. ഒന്നാമത്തെ കൽപ്പനയല്ലേ, ഞാൻ ഒഴികെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകും. The very first commandment, you shall not have any other god other than me. അതനുസരിക്കാൻ ബുദ്ധിമുട്ട്. What is the harm to listen to it? ഓക്സിജൻ മാത്രമേ നമുക്ക് പ്രാണവായുവായി ശ്വസിക്കുവാൻ കഴിയൂ. We can only inhale oxygen for breathing. സൂര്യപ്രകാശം മാത്രമേ നമുക്ക് പകലായിട്ട് ലഭിക്കൂ. Only the sunshine will receive as a day. സൂര്യപ്രകാശം മതി എന്ന് വെക്കുന്നതിന് തടസ്സമുണ്ടോ? Is it any problem that we don't want the sunshine? ഓക്സിജൻ മാത്രമേ ശ്വസിക്കത്തുള്ളൂ തടസ്സമല്ലോ. Is there any problem that we will only have oxygen? Praise the Lord. Hallelujah. ഇതുപോലെ തന്നെയാണ് ഞാനല്ലാതെ അന്യ ദൈവം നിങ്ങൾക്കുണ്ടാകും. It is in the same manner, there shall be no other god other than me. അനുസരിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. And to listen or to abide, there is no problem. ഇങ്ങനെ എല്ലാ കൽപ്പനകളും നിങ്ങൾ എടുത്തു പോയി. In the same way, every single commandment. എല്ലാം നമുക്ക് അനുസരിപ്പാൻ സത്യത്തിൽ നിസ്സാരമായ കൽപ്പനകളാണ്. If you look at it, we can abide without any problem. പക്ഷേ അനുസരിക്കരുത്. But we will not. ഹല്ലേലൂയ. Hallelujah. ഇവിടെയാണ് നമ്മുടെ മര്യാദ ലംഘിക്കപ്പെടുന്നത്. This is where our custom is being put forward. ദൈവത്തിന് സഹിക്കുവാൻ കഴിയാതെ
And God cannot take that. ആ സമയത്ത് ദൈവം ആരംഭത്തിൽ ചെയ്തതാണ് ശുദ്ധീകരണ ക്രിയ. So the cleansing is being done as the first process. നമ്മളെ ഭക്ഷണം കൊടുക്കുന്ന, നമ്മളെ വിദ്യാഭ്യാസം കൊടുക്കുന്ന, നമ്മളെ പോറ്റിപ്പെടുത്തുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ലതാകാതിരിക്കുമ്പോൾ നമ്മൾ ശിക്ഷിക്കുന്ന പോലെ ദൈവം ചെയ്തതാണ് ബാലശിക്ഷ. Our little children, we give them chastening when they do not follow what we want to give them. Praise the Lord. Hallelujah. അത് നമ്മുടെ It's only for our blessing. ഹല്ലേലൂയ. Hallelujah. ഇസ്രായേൽ മക്കളെ ദൈവം ശിക്ഷിച്ച ഒരു രീതി യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയും. How Israel were punished, we can read in the book of Isaiah. 4-ാം അധ്യായം Chapter 4, അതിന്റെ 3-ഉം 4-ഉം വാക്യം. 3 and കർത്താവ് ന്യായവിധിയുടെ കാറ്റുകൊണ്ടും ദഹനത്തിന്റെ കാറ്റുകൊണ്ടും സിയോൻ പുത്രിമാരുടെ മലിനത കഴുകിക്കളയുകയും യെരൂശലേമിന്റെ രക്തപാതകം അതിന്റെ നടുവിൽ നിന്ന് നീക്കി വെടിപ്പാക്കുകയും ചെയ്ത ശേഷം സിയോനിൽ മിരിക്കുന്നവനും യെരൂശലേമിൽ ശേഷിച്ചിരിക്കുന്നവനും ഇങ്ങനെ യെരൂശലേമിൽ ജീവനുള്ളവരുടെ കൂട്ടത്തിൽ പേരെഴുതിയിരിക്കുന്ന ഏവനും തന്നെ വിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും. ഒന്നുകൂടി ആ വാക്യം തുടങ്ങിക്കേ. കർത്താവ് ന്യായവിധിയുടെ കാറ്റുകൊണ്ടും. ന്യായവിധിയുടെ കാറ്റ്. it is the judgmental. ആ വാക്യം നിർത്തുന്ന വായിച്ച് ആരെന്ന് വിളിക്കപ്പെടും? വിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും. They will be called holy. നമ്മൾ വിശുദ്ധൻ എന്ന് വിളിക്കപ്പെടേണ്ടതിന് കർത്താവ് എന്ത് ചെയ്യും? ന്യായവിധിയുടെ കാറ്റ് അടിപ്പിക്കും. We should be called as holy men, so God is going to send the judgmental wind. Hallelujah. ഒന്നുകൂടി ആ വാക്യം വായിക്കാം. കർത്താവ് ന്യായവിധിയുടെ കാറ്റുകൊണ്ടും ദഹനത്തിന്റെ കാറ്റുകൊണ്ടും. ഇത് രണ്ട് വിധത്തിലുള്ള ദൈവിക ശിക്ഷയാണ്. It's two different types of punishment. ന്യായവിധിയുടെ കാറ്റുണ്ട്, ദഹനത്തിന്റെ കാറ്റുണ്ട്. There is a judgmental wind and a burning wind as well. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ലോകത്തോടുകൂടി ശിക്ഷാവിധിയുണ്ട്, ബാലശിക്ഷയും. As I told you earlier, the punishment with the world is there and also for the burning as well. ദഹനത്തിന്റെ കാറ്റ് നമുക്ക് സഹിക്കാൻ കഴിയത്തില്ല. The burning wind punishment, we cannot take it. അത് പാപത്തിനെതിരെയുള്ള ദൈവത്തിന്റെ കഠിനമേറിയ ശിക്ഷയാണ്. Because there is a punishment against a complete sin. അത് സോദോമോയെ കത്തിച്ചെറിയുന്ന ദൈവത്തിന്റെ ശിക്ഷയാണ്. They will engulf with flames for Sodom and Gomorrah. എന്നാൽ ദൈവം ആദ്യമേ അയക്കുന്നത് ദഹനത്തിന്റെ കാറ്റല്ല. But on the very start, God did not send this wind of burning. ന്യായവിധിയുടെ കാറ്റ്. It is a judgment wind. Praise the Lord. Hallelujah. ഇത് ലോകം ദൈവമക്കൾ മനസ്സിലാക്കേണ്ട വലിയ സന്ദേശം. It is a great message that each person to understand. നിയമം ലംഘിക്കപ്പെട്ടാൽ ഒന്നും നിലനിൽക്കത്തില്ല. If you break a law, then you cannot stand for it. ഈ ഭൂമിയിൽ ഇപ്പോൾ ഇനി പകൽ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ സങ്കല്പിക്കുക. Just imagine there will be only day in this world. ആർക്കും ജീവിച്ചിരിക്കാനുണ്ട്. Nobody can live. നമ്മുടെ ശരീരം അതിന് സമ്മതിക്കത്തില്ല. Our body cannot take it. ഇവിടുത്തെ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഇവിടുത്തെ വൃക്ഷങ്ങൾക്കും ഒന്നും നിലനിൽപ്പാൻ കഴിയില്ല. The animals, the plants cannot take it. നമുക്ക് സന്തോഷമാണ്, എപ്പോഴും പ്രകാശമല്ലേ, എന്നും രാത്രിയില്ല പകൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമായിട്ട് തോന്നും. പക്ഷെ നിലനിൽക്കാറുണ്ട്. We might be very happy and joyful stating that it's only day, but we cannot withstand it. രാത്രി ഉണ്ടായേ മതിയാകത്തുള്ളൂ. Because there should be a night over here. തീരുമാനിക്കുക രാത്രി മാത്രം മതി, പകൽ വേണമെന്ന് തീരുമാനിച്ചാലോ. Just imagine we only have night, we don't want any day. ജീവിച്ചിരിക്കാനുണ്ട്. We cannot live in that way. 12 മണിക്കൂർ ദൈവം രാത്രിയും 12 മണിക്കൂർ പകലും ദൈവം ഒരു നിയമമായി ഇവിടെ വെച്ചു. Because it is a law of 12 hours of day and 12 hours of night. Because that cannot be broken. ഇവിടെ വലതുവശത്തൂടെ വണ്ടി ഓടിക്കാൻ പറഞ്ഞാൽ വലതുവശത്തൂടെ വണ്ടി ഓടിക്കണം. Because if you want to drive on the right way, you have to drive on the right hand side itself. മനുഷ്യൻ തീരുമാനിക്കുകയാണ്, എനിക്ക് മനസ്സില്ല ഞാൻ ഇടത്തോടെ ഓടിക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് അപകടം സംഭവിക്കും. If a person just decides, no, I'm not going to drive on the right, I'm just going to drive on the left, he's going to get an accident. മറ്റുള്ളവർക്കും അപകടം സംഭവിക്കും. It's not only me, but because of me, the other person as well. നിയമം നല്ലതാണ് സഹോദരൻ. Law is very good, my brethren. ഈ ലോകത്തിലെ എല്ലാ നിയമങ്ങളും നമുക്കറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. We are able to understand every law of this world. എല്ലാം നല്ലതല്ലേ? Because everything is good. Praise the Lord. Hallelujah. അങ്ങനെയാണെങ്കിൽ ദൈവം വെച്ച നിയമം നല്ലതല്ലേ? So if God has purposed a law, isn't it so good? അതാണ് നിയമം പാലിക്കുമ്പോൾ മര്യാദയായി മാറുന്നു. That's why when you abide in the law, you abide in the custom. Praise the Lord. Hallelujah. അത് ലംഘിക്കപ്പെടുമ്പോൾ
ദൈവത്തിന് അതിലേക്ക് മനുഷ്യനെ കൊണ്ടുവരണം. Because when you break that law, God needs to make you come back to it. അതിലേക്ക് വന്നില്ലെങ്കിൽ ദൈവത്തിന് ദഹനത്തിന്റെ കാറ്റ് അയക്കും. If you're not able to come back, then God has to send the spirit of burning. Praise the Lord. Praise Jesus. അതുകൊണ്ട് ന്യായവിധിയുടെ കാറ്റ് നന്മയ്ക്ക്. So the judgmental wind is very good for us. ന്യായവിധിയുടെ കാറ്റ് ചെയ്യുന്ന ജോലി നിങ്ങൾ കേട്ടോ? Do you see the work of a judgment wind? മലിനത കഴുകിക്കളയും. It will cleanse all filthiness. ദൈവത്തിന്റെ ഉദ്ദേശം അവിടെ മനസ്സിലായില്ലേ? മലിനത കഴുകിക്കളയും. Do you know the purpose of God which is delivered there? എന്തിനാണ് ദൈവത്തിന് വിശുദ്ധൻ എന്ന് നമ്മെ വിളിക്കണം? Why is it done? Because you should be called holy. ന്യായവിധിയുടെ കാറ്റ് കൊണ്ട് മലിനത കഴുകിക്കളയുന്നവർ ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധരായിരിക്കും. With the spirit of judgment, if you are able to cleanse that filthiness, you will be called holy. Praise be to Jesus. Hallelujah. ഈ യെശയ്യാവ് 3-ാം അധ്യായം എടുത്ത് വായിച്ചാൽ കാണാം, ദൈവം ഈ ന്യായവിധിയുടെ കാറ്റ് അയക്കേണ്ടി വന്നതെന്തിനാ? When we read the book of Isaiah chapter 3, we understand why he had to send the spirit of judgment. ആ ഭാഗങ്ങൾ ഒത്തിരി നിങ്ങൾ നോക്കി. 4-ാമത്തെ വാചകം നോക്കി. 3-ാം അധ്യായം. ഞാൻ ബാലന്മാരെ അവർക്ക് പ്രഭുക്കന്മാരാക്കി വെക്കും, ശിശുക്കൾ അവരെ വാഴും. അടുത്തത് അതുകൊണ്ട് അടുത്ത വാചകം. ഒരുത്തൻ മറ്റൊരുത്തനെയും ഒരാൾ തന്റെ കൂട്ടുകാരനെയും ഇങ്ങനെ ജനം അന്യോന്യം പീഡിപ്പിക്കും. അടുത്ത വാചകം. ബാലൻ വൃദ്ധനോട് നീചൻ മാന്യനോടും കയർക്കും. കണ്ടോ? ബാലൻ വൃദ്ധനോട് കയർക്കും. A young man will be against an older man. അത് ദൈവത്തിന്റെ മര്യാദയല്ല. Because that is not according to the custom of God. Praise the Lord. Hallelujah. Hallelujah. Praise God. താഴേക്ക് വരുമ്പോൾ ഒത്തിരി 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 കാര്യങ്ങൾ. അതിന്റെ 12-ാമത്തെ വാചകം. എന്റെ ജനമോ കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു, സ്ത്രീകൾ അവരെ വാഴുന്നു. കണ്ടോ? എന്റെ ജനമേ സ്ത്രീകൾ അവരെ വാഴുന്നു. Women rule over them. അത് ദൈവത്തിന്റെ മര്യാദയല്ല. Because that is not according to the custom of God. Praise the Lord. Praise be to Jesus. ബാലൻ വൃദ്ധനോട് കയർക്കുന്നു. The young man will be against the older man. സ്ത്രീകൾ പുരുഷന്മാരെ വാഴുന്നു. Women will overrule men. അത് ദൈവത്തിന്റെ മര്യാദയല്ല. Because that is not according to the custom of ദൈവം God. കൊടുത്ത പ്രമാണത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. It is different from what the law has been given to a person. ദൈവത്തിന് കാറ്റടിപ്പിക്കാതെ കഴിയത്തില്ല. Because God cannot. ഇവിടെ ദൈവത്തിന്റെ വിശുദ്ധൻ എന്ന പേര് മാറിപ്പോകുക. Because the name of holy has been taken away. അടുത്തത് അതിന്റെ 9-ാമത്തെ വാചകം. അവരുടെ മുഖഭാവം അവർക്ക് വിരോധമായി സാക്ഷീകരിക്കുന്നു. അവർ സോദോം പോലെ തങ്ങളുടെ പാപത്തെ പരസ്യമാക്കുന്നു, അതിനെ മറയ്ക്കുന്നതുമില്ല. കണ്ടോ? സോദോം പോലെ പാപത്തെ പരസ്യമാക്കുന്നു. They declare their sin like Sodom. അവർ മറയ്ക്കുന്നില്ല. They do not hide it. പണ്ട് അശുദ്ധിയായിരുന്നത് ഇന്ന് വിശുദ്ധിയായി വെളിയിൽ കാണിക്കുന്നു. Right now we see what was unclean is clean now. പണ്ട് കണ്ടാൽ കണ്ണടച്ച് മാറിപ്പോകേണ്ടത് ഇന്ന് കണ്ടു നിൽപ്പാൻ മനുഷ്യൻ ഇഷ്ടപ്പെടും. Earlier when you see some filthiness you will close your eyes, but now man will stand for it. നമ്മുടെ നാട്ടിൽ കള്ളുഷാപ്പിന്റെ അടുത്ത് നിൽക്കുന്നവരെയും സിനിമാ തിയേറ്ററുകളുടെ അടുത്ത് നിൽക്കുന്നവരെയും ഒക്കെ നമ്മൾ ഒരു നല്ല രീതിയിലല്ല കാണാറുണ്ടായിരുന്നു. When we see a person outside a bar or any of the theater, the cinema theater, do not see them as a good person. ഒരു പള്ളിയുടെ മുൻപിൽ നിൽക്കുന്ന മനുഷ്യരെയോ അതുപോലെ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന്റെ അടുത്ത് നിൽക്കുന്ന മനുഷ്യരെ കാണുന്നത് പോലെയല്ല ഈ അല്ലാത്ത ഇടങ്ങളിൽ നിൽക്കുന്ന മനുഷ്യർ കണ്ടുകൊണ്ടിരുന്നു. Because man do not analyze in the same way if they see a person standing in a church or in other dirty ways. ഒരു ഹോട്ടലിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറുന്നത് പോലെയല്ല മനുഷ്യർ ഷാപ്പിൽ കയറിക്കൊണ്ടിരുന്നത്. മറ്റാരും കാണാതെയാണ് ഷാപ്പിൽ കയറിക്കൊണ്ടിരുന്നത്. Man did not enter into a hotel the same way he used to go to a bar. He used to hide and go himself. ഇന്നത് മാറിപ്പോയി. Today it has completely changed. ഇന്ന് മനുഷ്യന് ബാറിൽ കയറുന്നത് മാന്യതയായി മാറി. But today they feel it proud to go into the bar. ഞാൻ വീട് പണിയുമ്പോൾ എന്റെ വീടിന്റെ ഒരു ഭാഗം കള്ള് വിളമ്പാനുള്ള ഭാഗമാക്കി പണിതാൽ അന്തസ്സായി മാറുകയാണ്. When I build a house, if I have a bar counter, I'm so happy and proud about it. മനുഷ്യനെ മറയ്ക്കേണ്ടത് മറയ്ക്കുന്നില്ല. What man needs to hide, he is not hiding right now. ദൈവം പറയുകയാണ് സോദോം പോലെ അവർ പാപം പരസ്യമാക്കും.
Because God says, like Sodom, they are declaring their sin. Praise the Lord. Praise be to Hallelujah. Jesus. Hallelujah. Praise God. ബാലൻ വൃദ്ധനോട് കയർക്കുന്നു, സ്ത്രീകൾ പുരുഷന്മാരെ ഭരിക്കുന്നു, പാപം പരസ്യമാക്കുന്നു. Young men will go against the older woman, the woman will overrule the men, and they will declare their sin without hiding it. ദൈവം പറയുന്നു മര്യാദ ലംഘിക്കപ്പെട്ടു. Because God says the law has been broken. ആദ്യം ദൈവം ചെയ്യുന്നതാണ് ആ മലിനത ദൈവത്തിന് കഴുകണം. The very first thing that God does is cleansing that filthiness. ഈ 3-ാം അധ്യായം വായിച്ചിട്ട് 4-ൽ ദൈവം ഉപയോഗിച്ച വാക്ക് ദൈവമക്കൾ എടുത്ത് പ്രത്യേകം പഠിക്കണം. ഈ 3-ാം അധ്യായത്തിൽ കാണുന്നത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ മലിനതയാണ്. After studying the chapter 3, we have to learn about chapter 4. The entire chapter 3 is the filthiness in God's eyes. അത് പറയാൻ ഇന്ന് പലർക്കും ഇഷ്ടമില്ല. Now man do not want to talk about it. ദൈവം പറയുന്നു ഇത് മലിനത ആണ്. But God exhorts us saying that it is filthiness. ഭൂമിയിലെ മുഴുവൻ മനുഷ്യരും ഇത് നല്ലതാണെന്ന് പറഞ്ഞാലും ഇത് ദൈവം പറഞ്ഞതാണ്. Even though the entire world says it is good, but God talks about it as filthiness. ദൈവം മലിനമാണെന്ന് പറയുന്നതിനെ മലിനമാണെന്ന് അംഗീകരിക്കുന്നതാണ് ദൈവം. God's children should accept what God says filthiness, that it is filthiness. Praise be to Jesus. ഞാൻ ദുഃഖത്തോടെ വീണ്ടും പറയുകയാണ്, ദൈവമക്കളെന്ന് പറയുന്നവർക്ക് പോലും ഈ 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പലതും നല്ലതാണ്. Even let me sadly tell you, many of our born again Christians, whatever is described in chapter 3, they do not find it as filthiness. മനുഷ്യനെ ധൈര്യം വരുന്നു, ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ദൈവമക്കൾക്കെങ്കിലും എന്തുകൊണ്ട് ദൈവം മലിനമെന്ന് പറയുന്നത് മലിനമായി കണ്ടു? From where do they get the courage to say what God calls as filthiness? They say it is not. അതൊന്നുകൂടെ ശക്തമാക്കി ദൈവം അതിന്റെ 16-ാമത്തെ വാക്യം മുതൽ 3-ൽ എഴുതി തന്നിരിക്കുക. യഹോവ പിന്നെ അരുളി ചെയ്തത് എന്തെന്നാൽ, സിയോൻ പുത്രിമാർ നിങ്ങളിച്ച് കഴുത്ത് നീട്ടിയും എറുകണ്ണിട്ടും കൊണ്ട് സഞ്ചരിക്കുകയും തത്തി നടക്കുകയും ആൾ കൊണ്ട് ചിലമ്പൊലി കേൾപ്പിക്കുകയും ചെയ്യുന്നു. ഇത് നിമിത്തം യഹോവ ഇസ്രായേൽ പുത്രിമാരുടെ നെറുകേക്ക് ചൊറി പിടിപ്പിക്കും. നോക്കുക, ഇത് നിങ്ങള് നമ്പർ ഇട്ട് പഠിച്ച് അതിന്റെ ഗൗരവം മനസ്സിലാക്കേണ്ട ദൈവവചനം. You should number it and you should understand the seriousness of this filthiness. Hallelujah. ദൈവത്തിന്റെ കണ്ണ് വിശുദ്ധിക്ക് വേണ്ടി കാക്കുന്നു, നോക്കുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. The eyes of the Lord looks for holiness. That's what the word of the Lord teaches us. ആ 8-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചു. Read verse 8. യഹോവയുടെ തേജസ്സുള്ള കണ്ണിന് വെറുപ്പ് തോന്നുവാൻ തക്കവണ്ണം. കണ്ടോ, യഹോവയുടെ തേജസ്സുള്ള കണ്ണിന് വെറുപ്പ് തോന്നുവാൻ തക്കവണ്ണം. The holy eyes of God is right now not good. Hallelujah. എത്ര ഇടിമുഴക്കത്തോടെ വായിക്കേണ്ട വാക്കാന്നറിയോ? യഹോവയുടെ തേജസ്സുള്ള കണ്ണ്. It should provoke the eyes of glory of God. Praise the Lord. Hallelujah. യഹോവയുടെ തേജസ്സുള്ള കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നാം വെറുപ്പ് തോന്നത്തക്കവണ്ണം ആയിരിക്കാൻ പാടില്ല. When God looks through His glorious eyes, we should not be found filthy in this world. Praise the Lord. Hallelujah. ഈ ഒറ്റ വാക്യം മതി ദൈവമക്കൾ വിശുദ്ധി പാലിക്കാൻ. Only this one single verse will enable you to become holy. നിങ്ങളെ കാണുന്നത് പാസ്റ്ററാണെന്ന് വിചാരിക്കരുത്. Do not think yourself like a pastor how he's looking at you. എന്നെ കാണുന്നത് വിശ്വാസികളാണെന്ന് ധരിക്കരുത്. When looking at me, do not think like I am the one among you. നിങ്ങളെയും കാണുന്ന തേജസ്സുള്ള കണ്ണുള്ള ദൈവം. Because God looks on each one of us through His glorious eyes. Praise the Lord. ആ ദൈവത്തെയാണ് നാം ദൈവമേ എന്ന് വിളിക്കുന്നത്. And we call Him God. ഇവിടെ എന്നെ നിങ്ങളെ എനിക്കും മറച്ച് ജീവിക്കുവാൻ കഴിയും. Here in this world, we can hide within each other. എന്റെ ഭാര്യയെയും മക്കളെയും മറച്ച് എനിക്ക് ജീവിക്കുവാൻ കഴിയും. I can hide from my children and my wife. ആയുസ് മുഴുവൻ ഒരു മനുഷ്യനും മനസ്സിലാക്കാതെ എനിക്ക് എന്നെ ജീവിക്കാൻ കഴിയും. I can
make my entire life in a hidden factor and live in this world. എന്നാൽ ഒരു സെക്കൻഡ് പോലും ദൈവത്തെ മറഞ്ഞിരിക്കുന്ന നിൽപ്പാൻ കഴിയും. But not